ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ 2023 വർഷം നമുക്കുണ്ടായ എല്ലാ നന്മകളും, എല്ലാ വിജയവും, മഹത്വവും, എല്ലാ അനുഗ്രഹങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമുക്കുണ്ടായ മനസ്സിൻ്റെ ഭാരവും പ്രയാസവും പരാജയങ്ങളും രോഗപീഠകളും നമ്മെ ബന്ധനത്തിലാക്കിയ മഹാമാരിയെയും അപകടങ്ങളെയും ദാരിദ്ര്യത്തെയും കടബാധ്യതകളെയും എല്ലാം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വർഷം നമുക്കുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രതിസന്ധികളെയും നമ്മെ തളർത്തിയ എല്ലാ സംഭവങ്ങളെയും കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പുതിയ വർഷത്തിൽ ദൈവത്തിൻ്റെ മഹത്വവും ചൈതന്യവും പുതിയ ജീവനും പുതിയ അനുഗ്രഹങ്ങളും നമുക്കും നമ്മുടെ ഭവനത്തിലും എല്ലാവരിലും നിറഞ്ഞു നിൽക്കുവാൻ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരവികാരങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഈ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവമേ, ഇന്നുവരെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളെയും, എല്ലാ പ്രശ്നങ്ങളെയും, പ്രതിബദ്ധങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ഇനി ഒരു പുതിയ വർഷത്തെ വരവേൽക്കാൻ പോകുന്ന ഞങ്ങൾക്കേവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നാളുകൾ കാണാൻ ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളെയും സമർപ്പിക്കുന്നു എന്ന് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെന്നാൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളുടെ പ്രാർത്ഥനാ ചാനലുകളിൽ കൂടി നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കണം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും. നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഈ വർഷം തന്നെ, ഈ വർഷത്തിൻ്റെ ബാക്കിയുള്ള സമയത്ത് നമുക്ക് ഏറ്റവും ആവശ്യമായ 3 കാര്യങ്ങളെ ദൈവസന്നിധിയിൽ ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് നമുക്ക് ആ ആവശ്യം സാധിക്കാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഈശോയുടെ അനന്തമായ സ്നേഹം, ആ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന കാരുണ്യവും ചൈതന്യവും സ്നേഹവും നമുക്കും നമ്മുടെ കുടുംബത്തിലേക്കും ധാരാളം എത്തുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 88 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, പകൽ മുഴുവൻ ഞാൻ സഹായത്തിന് അപേക്ഷിക്കുന്നു. രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ നിലവിളിക്കുന്നു. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ മുൻപിൽ എത്തുമാറാകട്ടെ. എൻ്റെ നിലവിളിക്ക് ചെവി ചായ്ക്കണമേ. എൻ്റെ ആത്മാവ് ദുഃഖപൂർണമാണ്. എൻ്റെ ജീവൻ പാതാളത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു. പാതാളത്തിൽ പതിക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു. എൻ്റെ ശക്തി ചോർന്നുപോയി. മരിച്ചവരുടെ ഇടയിൽ പരിത്യജിക്കപ്പെട്ടവനെ പോലെയും ശവകുടീരത്തിൽ കിടക്കുന്ന വധിക്കപ്പെട്ടവരെ പോലെയും അങ്ങ് ഇനി ഒരിക്കലും ഓർക്കാത്തവരെ പോലെയും ഞാൻ അങ്ങിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങ് എന്നെ പാതാളത്തിന്റെ അടിത്തട്ടിൽ അന്ധകാരപൂർണവും അഗാധവുമായ തലത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. അങ്ങയുടെ ക്രോധം എന്നെ ഞെരുക്കുന്നു. അങ്ങയുടെ തിരമാലകൾ എന്നെ മൂടുന്നു. കൂട്ടുകാർ എന്നെ വിട്ടകലാൻ അങ്ങ് ഇടയാക്കി. അവർക്കെന്നെ ഭീവത്സവസ്തുവാക്കി. രക്ഷപ്പെടാനാവാത്ത വിധം അങ്ങ് എന്നെ തടവിലാക്കി. ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. കർത്താവേ, എന്നും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ തന്നെ ഈ സമയം അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മനസ്സിൻ്റെ ദുഃഖവും ഭാരവും ഇപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുന്നതിനും ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ലഭിച്ച് ഒരു പുതിയ വർഷത്തിലേക്ക്
ചുവട് വയ്ക്കാൻ പോകുന്ന ഞങ്ങൾക്ക് ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുന്നതിനും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങയുടെ ഹൃദയത്തിൽ നിന്നുള്ള കാരുണ്യം ഞങ്ങളെ സഹായിക്കട്ടെ. അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ കരുണയും സ്നേഹവും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിടുന്ന് പതിപ്പിച്ചുറപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തോടുള്ള ബന്ധം തീർത്തും സ്ഥാപിതമാകുവാൻ കർത്താവേ, ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും അപ്പുറം കർത്താവുമായുള്ള ഒരു സ്നേഹബന്ധം ഞങ്ങൾ സ്ഥാപിക്കുന്നതിന്, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ദൈവമായുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് കർത്താവെ, ഒരു ഒരുക്കമുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണമേ. നിന്റെ തിരുഹൃദയത്തിൻ്റെ എല്ലാ യോഗ്യതകളെയും ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകി ഞങ്ങളുടെ ഹൃദയം നിന്റെ ഹൃദയം പോലെ നേർമയുള്ളതാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ നിരവധിയായ പാപങ്ങൾ അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കുകയും മേലിൽ പാപം ചെയ്യാതിരിക്കുവാൻ അങ്ങയുടെ കരുണയാലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും അങ്ങയുടെ തിരുഹൃദയത്തിന്റെ യോഗ്യതയാലും ഞങ്ങളെ ഇന്ന് അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഞങ്ങൾ അനുഭവിച്ചിരുന്ന, പ്രത്യേകിച്ച് ഈ വർഷം ഞങ്ങൾ അനുഭവിച്ച പ്രകൃതിക്ഷോഭങ്ങളും രോഗപീഠകളും മഹാമാരിയിൽ നിന്ന് ഉണ്ടായ എല്ലാ നഷ്ടങ്ങളും ദുരിതങ്ങളും, ഞങ്ങളെ വേദനയിലാഴ്ത്തിയ എല്ലാ അപകടങ്ങളും, ദാരിദ്ര്യവും പട്ടിണിയും കടബാധ്യതയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഈ സമയം ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടായി ഈ വർഷത്തിലുണ്ടായ എല്ലാ വേദനകളും പ്രയാസങ്ങളെയും ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹൃദയത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങളുടെ ഹൃദയത്തെ ഇന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ ഭാരവും പ്രയാസവും ദുരിതങ്ങളും വേദനിപ്പിക്കുന്ന എല്ലാ ഓർമ്മകളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നതിനും ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നതിനും ദൈവത്തെ മനസ്സിലാക്കുന്നതിനും ഒരു പുതിയ ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും സഹോദര സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും സാധുജന അനുകമ്പയിലും വളർന്നു വരുവാൻ ഓരോ നിമിഷവും അങ്ങയുടെ ഹൃദയത്തിൻ്റെ യോഗ്യതകളാൽ ഞങ്ങളെ ആശീർവദിക്കണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും ദൈവസ്നേഹത്തിൻ്റെയും കരുണയുടെയും ചൈതന്യം പരത്താൻ ഈശോയുടെ കരുണയുള്ള ഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ഹൃദയത്തിൻ്റെ യോഗ്യതകളാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ഞങ്ങളെ എല്ലാ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ പൈശാചിക ബന്ധനങ്ങളും അഴിയുവാൻ, എല്ലാ ദുഷ്ടശക്തികളുടെയും ആധിപത്യങ്ങൾ നിർവീര്യമാക്കാൻ, എല്ലാ അശുദ്ധാത്മാക്കളുടെയും പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുവാൻ കർത്താവെ, അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞാൻ ചേർത്തു വെക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ യോഗ്യതകളാൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭാരവും പ്രയാസവും വിട്ടകന്ന് ഞങ്ങളെ അലട്ടിയ എല്ലാ പ്രശ്നങ്ങളും ഈശോയെ നിന്റെ ഹൃദയത്തിലേക്ക് ഞങ്ങളെ ചേർത്തു വെക്കുന്നു. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള വെറുപ്പും വിദ്വേഷവും പ്രതികാര ബുദ്ധിയും എല്ലാം എടുത്തുമാറ്റി സ്നേഹത്തിലും ഐക്യതയിലും സമാധാനത്തിലും ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് വർത്തിക്കുവാൻ ഈശോയുടെ കരുണയുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ തന്നെ നിന്റെ കരുണ വർഷിക്കണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ഞങ്ങളുടെ മക്കൾ സ്നേഹത്തിലും അനുസരണയിലും ദൈവഭക്തിയിലും അധികാരാദരവിലും ദൈവഭയത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും വളർന്നു വരുവാൻ ഇപ്പോൾ അങ്ങയുടെ ഹൃദയത്തിൻ്റെ യോഗ്യത ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകി ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ അനന്തമായ കാരുണ്യം നിക്ഷേപിച്ച് ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ,
ഈ വർഷം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഇത്രത്തോളം അവിടുന്ന് കാത്ത് സംരക്ഷിച്ച് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇനി ഈ വർഷം തീരാൻ അധികം ദിവസങ്ങളില്ല. എന്നാലും കർത്താവേ, ഈ വർഷം ഞങ്ങൾക്ക് കിട്ടേണ്ടതായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും വന്നു ഭവിക്കുവാൻ അങ്ങയുടെ ഹൃദയത്തിൻ്റെ കാരുണ്യത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ ദുഃഖവും ഭാരവും വേദനയും ആകുലതകളും ഭയവും എടുത്തുമാറ്റി ഒരു പുതിയ വർഷത്തെ വരവേൽക്കുവാൻ ആവശ്യമായ ധൈര്യവും ആത്മശക്തിയും നൽകി വിശ്വാസം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അങ്ങ് ഏറ്റെടുക്കണമേ. ഒപ്പം എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെട്ട എല്ലാ നിയോഗങ്ങളെയും ഈ സമയം ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെ അവർക്ക് സാധിച്ചു കൊടുത്തിട്ടുള്ള അവരുടെ ആഗ്രഹങ്ങളെ ഓർത്ത്, അവരുടെ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഇനിയും സാധിച്ചു കിട്ടാത്ത ചില നിയോഗങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ബാക്കി നിൽക്കുന്നു. കർത്താവെ, ആ നിയോഗങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതിന് വേണ്ട യോഗ്യത ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മീയമായി ഞങ്ങളെ പാകപ്പെടുത്തണമേ. ദൈവമേ, ഞങ്ങൾ അങ്ങയോട് ചോദിച്ച എല്ലാ നിയോഗങ്ങളും അതതിൻ്റെ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ ആത്മീയമായി ഞങ്ങളെ പക്വതയുള്ളവരാക്കി മാറ്റണമേ. ആത്മീയമായി ദൈവവുമായുള്ള ആഴത്തിൽ ബന്ധം സ്ഥാപിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവെ, ദാനങ്ങളെക്കാൾ ഉപരിയായി ദാതാവിനെ സ്നേഹിക്കുവാൻ, ദാതാവിനെ ഉൾക്കൊള്ളുവാൻ, ദാതാവിനെ ചേർത്ത് വെക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് എല്ലാ ദാനങ്ങളും നൽകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ ഏറ്റവും അധികമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങയുമായുള്ള ഒരു സ്നേഹബന്ധം, ഒരു ഗാഢബന്ധം നിലനിർത്തണമെന്ന് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ജീവിത സാഹചര്യങ്ങൾ കാരണം പലപ്പോഴും കർത്താവെ, അങ്ങയുമായുള്ള സ്നേഹബന്ധം സ്ഥാപിക്കുന്നതിന് ഞങ്ങൾ പരാജയപ്പെട്ടു പോയി. ദൈവമേ, 2023 വർഷം കുറച്ച് ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന ഈ സമയത്ത് ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ, പ്രത്യേകിച്ച് ദൈവവുമായുള്ള ഒരു ഗാഢബന്ധം ഞങ്ങളുടെ ഈ ഭൗതിക ജീവിതത്തിൽ നിവർത്തിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുമായുള്ള സ്നേഹബന്ധം എങ്ങനെ എന്ന് ഞങ്ങൾക്ക് അറിവില്ല. അതിനാൽ തന്നെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകി, ഞങ്ങളുടെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ നയിക്കണമേ. ദൈവവുമായുള്ള ഒരു സ്നേഹബന്ധത്തിന്, ഒരു ഗാഢബന്ധത്തിന്, ജീവിതകാലം മുഴുവനും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നതിനും ദൈവവുമായി ബന്ധം നിലനിർത്തുന്നതിനും പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ സ്വീകരിക്കുകയും അങ്ങ് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും വേദനകളും ദുഃഖവും കാരണം ഞങ്ങളുടെ കണ്ണ് മങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഞങ്ങൾ ക്ഷീണിതരും, ഞങ്ങൾ അവശ്യരും, ഞങ്ങൾ ദരിദ്രരുമാണ്. കർത്താവെ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ, അങ്ങയുടെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ, അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെ എല്ലാം ഈ സമയം അവിടുത്തെ തിരുഹൃദയത്തിൽ ഏറ്റെടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ, ഒരു പുതിയ ജീവിതം നയിക്കുവാൻ, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ, ഉയർച്ച ലഭിക്കുവാൻ ദൈവമേ ഇനിയുള്ള ബാക്കി സമയം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ നിലവിളിക്ക് മുന്നിൽ അവിടുന്ന് ചെവി ചായിച്ച് ഞങ്ങളെ ശ്രദ്ധിക്കണമേ. ഞങ്ങളുടെ ആത്മാവിൻ്റെ ദുഃഖം അവിടുന്ന് എടുത്തു മാറ്റി ഞങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം നിറച്ച്, ആനന്ദം നിറച്ച്, ഒരു പുതിയ ജീവിതം ആഗ്രഹിച്ച്, ദൈവത്തോടൊപ്പമുള്ള ഒരു പുതിയ ജീവിതം ആഗ്രഹിച്ച്, എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ സഹായം ലഭിക്കും എന്ന വിശ്വാസ ജീവിതം ആരംഭിച്ച്, കർത്താവെ, വരാൻ പോകുന്ന പുതിയ വർഷത്തിൽ ഞങ്ങൾ ഒരു പുതിയ സൃഷ്ടികളാകുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ തരത്തിലുമുള്ള ചൈതന്യവും പക്വതയും അനുഗ്രഹങ്ങളും നൽകി, കാത്തിരിപ്പിൻ്റെയും ക്ഷമയുടെയും വരം നൽകി, എല്ലാം ദൈവത്തിൽ
സമർപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞ് ജീവിക്കുന്നതിന് ഒരു പുതിയ അവസരം കൂടി ഞങ്ങൾക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ 2023 വർഷത്തിന്റെ ഓരോ ദിവസവും അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിക്കുകയും വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്ത അങ്ങയുടെ അനന്തമായ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഈ വർഷം ഞങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കും തിന്മകൾക്കും അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിച്ചപ്പോൾ ഉടൻ തന്നെ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം ഒഴുകിയെത്തി ഞങ്ങൾക്ക് മാപ്പ് നൽകി, പാപമോചനം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഇത്രത്തോളം പാപികളായ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ, പരമപരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിച്ചപ്പോൾ ഓരോ പ്രാവശ്യവും അങ്ങ് ഞങ്ങളെ ശ്രവിച്ചു, അങ്ങ് ഞങ്ങളുടെ നിലവിളി കേട്ടു, അങ്ങ് ഞങ്ങളെ സംരക്ഷിച്ചു. അങ്ങയുടെ ശക്തരായ ദൂതരെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും അയച്ച് എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും, എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, വലിയ വലിയ അപകടങ്ങളിൽ നിന്നും, വൻ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങൾ അറിയാതെ തന്നെ ദൈവമേ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത അങ്ങയുടെ വലിയ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ ഹൃദയത്തിന്റെ അഗാധത്തിൽ നിന്ന് അങ്ങേക്ക് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ദൈവമേ, സ്തുതികൾക്ക് യോഗ്യനായ കർത്താവേ, സ്തുതികളിൽ സിംഹാസനസ്ഥനായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ഭവനത്തിൽ വരണമേ, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൽ വരണമേ, അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ വരണമേ. എന്നേക്കുമായി അങ്ങയുടെ സിംഹാസനം ഞങ്ങളുടെ കുടുംബത്തിൽ ഉറപ്പിക്കണമേ. എന്നേക്കുമായി അങ്ങയുടെ നീതിയുടെ സിംഹാസനം ഞങ്ങളുടെ ഭവനത്തിൽ ഉറപ്പിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ സിംഹാസനം ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് ഉറപ്പിക്കണമേ. കർത്താവേ, ലോകാവസാനം വരെ നിത്യജീവിതത്തിലേക്ക് അങ്ങ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നിടം വരെ അങ്ങ് ഞങ്ങളിൽ സിംഹാസനസ്ഥനാകണമേ. കർത്താവെ, അങ്ങയിൽ വിശ്വാസമർപ്പിച്ച് അങ്ങയെ സ്നേഹിക്കുന്നതിന്, അങ്ങയ്ക്കു വേണ്ടി കാത്തിരിക്കുന്നതിന് ഈ പുതിയ വർഷം ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും കൂടെ സ്വീകരിക്കുവാനുള്ള യോഗ്യത ഞങ്ങളുടെ ഹൃദയത്തിന് നൽകി ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുറവുകളെയും വിട്ട്, പാപങ്ങളെ വിട്ട്, എല്ലാ തിന്മകളെയും ഉപേക്ഷിച്ച് കർത്താവെ, അങ്ങയുടെ അനന്ത സ്നേഹത്തിൽ ജീവിക്കുവാൻ ഒരു തീരുമാനമെടുത്ത് ദൈവവുമായിട്ടുള്ള ഒരു അഗാധമായ ബന്ധം സ്ഥാപിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഒരു പുതിയ വർഷം വരവേൽക്കുവാൻ ഞങ്ങൾക്ക് ഏവർക്കും കൃപ തരണമേ. അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും നിറയ്ക്കണമേ. സമാധാനത്തിന്റെ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും അവിടുന്ന് ഉപവിഷ്ടനാകണമേ. അങ്ങയുടെ നീതിപീഠത്താൽ, അങ്ങയുടെ നീതിപീഠവും സമാധാനത്തിന്റെ പീഠവും ഞങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കണമേ. ഇന്നുവരെ ജീവിച്ചതിലും അല്പം കൂടി മെച്ചപ്പെട്ട ജീവിതം, ദൈവവുമായ ബന്ധം സ്ഥാപിച്ചുള്ള ജീവിതം, എല്ലാവർക്കും നന്മ ചെയ്തുള്ള ജീവിതം, ഉത്തരവാദിത്തങ്ങളെ സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ജീവിതം നയിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് ഒരു പുതിയ അഭിഷേകം നൽകി, ഒരു പുത്തൻ അഭിഷേകം നൽകി, പുതു ചൈതന്യം നൽകി, പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക അഭിഷേകം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഈ ചാനലിൽ കൂടി, എല്ലാ പ്രാർത്ഥനാ ചാനലുകളിൽ കൂടിയും അങ്ങയുടെ മക്കൾ ഞങ്ങളോട് ആവശ്യപ്പെട്ട പ്രാർത്ഥനകളെ ഒന്നുകൂടെ ഈ സമയം അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ ചേർത്ത് വെക്കുന്നു. കർത്താവെ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കരുണ തോന്നി എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങളെ അവിടുന്ന് സാധിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളെയും സഹോദരിമാരെയും പ്രത്യേകം അനുഗ്രഹിക്കുകയും അവർക്കാവശ്യമായ സകല നന്മകളും നൽകി അവരെ കൈപിടിച്ച് ഉയർത്തുകയും ചെയ്യണമേ എന്ന് ഈ സമയം ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ തകർച്ചയിലും ഉയർച്ചയിലും ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സകല അനുഗ്രഹങ്ങളും നൽകി ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും
ഇനിയുള്ള ദിവസങ്ങളിൽ നന്ദി അർപ്പിച്ച് ജീവിക്കുവാൻ ഇപ്പോൾ തന്നെ നന്ദി പറഞ്ഞ ഒരു ജീവിതം തുടങ്ങുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ. എന്തെന്നാൽ അങ്ങേക്ക് നന്ദി പറഞ്ഞ് ഞങ്ങൾ ജീവിതം ആരംഭിക്കുമ്പോൾ ഓരോ ദിവസവും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നതിനെയും നൽകാത്തതിനെയും ഓർത്ത് നന്ദി പറഞ്ഞ് ജീവിതം തുടങ്ങുമ്പോൾ ഈശോയെ, ഞങ്ങളുടെ ജീവിതം എല്ലാ വിധമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുകയാണ് എന്ന് ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. കർത്താവെ, അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നതിലും അപ്പുറം ഒരു പ്രാർത്ഥനയില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്ന ദൈവമാണ്. അങ്ങ് ഞങ്ങളെ അത്രമാത്രം കരുതുന്ന ദൈവമാണ്. അങ്ങയുടെ അനന്ത സ്നേഹവും കരുതലും അങ്ങയുടെ ഹൃദയത്തിന്റെ യോഗ്യതകളും ഇന്നും എന്നും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നതിനെ ഓർത്ത്, നൽകുന്നതിനെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ 3 നിയോഗങ്ങൾ, അവർക്ക് ഏറ്റവും ആവശ്യമായ, അവരുടെ ഹൃദയത്തിന് ഏറ്റവും ആഗ്രഹിക്കുന്ന 3 നിയോഗങ്ങളെ ഈ സമയം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയുണ്ടാകണമേ. ഈ സമയം നിങ്ങളുടെ 3 നിയോഗങ്ങളെ, ഏറ്റവും നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്ന 3 നിയോഗങ്ങളെ, എന്നാൽ ദൈവത്തിന് മഹത്വം കിട്ടുന്ന 3 നിയോഗങ്ങളെ ഇപ്പോൾ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഹൃദയം തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മുടെ വിശ്വാസത്തിന്റെ മുൻപിൽ അവിടുന്ന് ഏത് കാര്യങ്ങളെയും ഏത് നിയോഗങ്ങളെയും അവിടുന്ന് സാധിച്ചു തരും. അതിനാൽ ദൃഢമായ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നമ്മുടെ 3 ആവശ്യങ്ങളെ ഇപ്പോൾ സമർപ്പിച്ച് മൗനമായി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ ചേർത്തുവെച്ച ഞങ്ങളുടെ 3 നിയോഗങ്ങൾ, അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന 3 നിയോഗങ്ങളെ അങ്ങയുടെ തിരുഹൃദയത്തിന്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകളെ അല്ല, അങ്ങയുടെ യോഗ്യതകളെ പ്രതി ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. അങ്ങയുടെ ഹൃദയത്തിന്റെ കരുണയെ ഓർത്ത്, അങ്ങയുടെ തിരുഹൃദയത്തിന്റെ നന്മകളുടെ യോഗ്യതകളെ പ്രതി ഞങ്ങളിപ്പോൾ അങ്ങയുടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച ഞങ്ങളുടെ നിയോഗങ്ങളെ സാധിച്ചു തരണമേ. ദയവ് തോന്നി ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് ഇടപെട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും സമാധാനവും നൽകി, അഭിവൃദ്ധി നൽകി, എല്ലാ മേഖലകളിലും ദൈവത്തിൽ ഞങ്ങൾ ആനന്ദിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും കൈപിടിച്ച് ഉയർത്തുകയും അങ്ങയുടെ ഹൃദയത്തിന്റെ യോഗ്യതയാൽ ഞങ്ങളുടെ ഹൃദയത്തെ ആശീർവദിക്കുകയും ഞങ്ങളുടെ ഹൃദയത്തെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച ഓരോ പ്രാർത്ഥനയും ഏറ്റെടുത്ത് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എല്ലാം ചേർത്ത് വെച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം യാചിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം നമ്മുടെ എല്ലാ ഹൃദയത്തിൻ്റെ ഭാരങ്ങളും ഹൃദയത്തിൻ്റെ അവസ്ഥകളെയും ഏറ്റെടുത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ സ്വീകരിച്ച് നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.